വാർത്തയിലെ പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുകയാണ് നാം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് ദൂതന്റെ മുമ്പിൽ തന്നെ സമർപ്പിക്കുമ്പോൾ അമ്മയുടെ മനസ്സ് ഒരുപാട് ആകുലതകൾ നിറഞ്ഞതായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? അത്ര എളുപ്പമായിരുന്നില്ലല്ലോ പരിശുദ്ധ അമ്മയ്ക്ക് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറയാൻ. എങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ മംഗളവാർത്തയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും വേദനകളും ഒക്കെ നമ്മയും അലട്ടുന്നുണ്ടാകാം. ചില ദൈവഹിതം, നമ്മെ കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റാനായിട്ട് നാം ആഗ്രഹിക്കുമ്പോൾ അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. വലിയ പ്രതിസന്ധികളിലൂടെ തന്നെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. ഈ പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമേ, ഇതെങ്ങനെ സാധിക്കും? എനിക്ക് പറ്റുമോ? എനിക്ക് എന്റെ അതിനുള്ള കഴിവുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ മുമ്പില് ജെറമ്യ പ്രവാചകനും ഇതുപോലെ പറഞ്ഞു, ഞാൻ കേവലം ബാലനാണ്. പക്ഷേ ദൈവം പറഞ്ഞു, ഇത് ചെയ്തേ പറ്റൂ. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ കാര്യത്തിൽ ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല, ഒരു നിർബന്ധിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പ്രാർത്ഥനയിൽ ദൈവഹിതത്തോട് എപ്പോഴും അനുരൂപപ്പെട്ടിരുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപക്ഷെ മറ്റു ആരേക്കാൾ അധികമായിട്ട് ഇതാ ഞാൻ എന്ന് പറയാൻ എളുപ്പമായിരുന്നിരിക്കാം. നമുക്കും ദൈവഹിതത്തോട് ചേർന്ന് ജീവിക്കാം. പ്രാർത്ഥനയിൽ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാം. ദൈവസ്വരത്തിന് ആമേൻ പറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.